വൈകിട്ട് 4 മണിയോടെ ആരംഭിച്ചതാണ്. ഇപ്പോൾ അത് മണിക്കൂറുകൾ പിന്നിട്ട് മുന്നേറുകയാണ്. പുലികളുടെ സംഘം 9 സംഘങ്ങളായി തിരിഞ്ഞ് 500ഓളം പുലികൾ നഗരം കീഴടക്കിയിരിക്കുന്ന കാഴ്ച ഇപ്പോൾ മെറ്റാലിക് പുലികളെ കാണാൻ കഴിയുന്നുണ്ട്. പച്ച, വയലറ്റ്, നീല നിറത്തിലുള്ള പുലികൾ. ഇതാദ്യമായാണ് അങ്ങനെ ഒരു പരീക്ഷണം. അത് ഒരു ദേശക്കാർ, വെയ്യൂർ ദേശക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണം ഇത്തവണ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മേളം ഒരേ മേളം തന്നെയാണ്, പക്ഷേ അതിലെ ചുവടുകൾ വ്യത്യസ്തമാണ് എന്നതാണ്. ആ ചുവടുകൾ എന്ത് എന്നുള്ളത് നോക്കിയാണ് ഇതിൽ ഏറ്റവും മികച്ച പുലി എന്നുള്ളതിൽ അത് ഒരു ഘടകം കൂടിയാണ്. ഏറ്റവും മികച്ച ചുവട് വയ്ക്കുന്ന പുലി, കൂടാതെ മറ്റ് ചമയം ഉൾപ്പെടെയുള്ള വര, അതിനൊക്കെയുള്ള പ്രത്യേക സമ്മാനങ്ങളും ഇത്തവണയുണ്ട്. കൂടാതെ കേന്ദ്രത്തിൻ്റെതായി 3 ലക്ഷം രൂപ ഈ സംഘങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇതാദ്യമായാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം, ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. ഏതായാലും ഈ വർണ്ണക്കാഴ്ചകൾ, ഇതൊക്കെ ഈ പൂരത്തിന് ശേഷം വരുന്ന ഇത്തവണത്തെ ഈ പുലിക്കളി എന്നുള്ളത് ഗംഭീരമാണ്. അത് ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. LED പുലിയും ഒക്കെ വരാനിരിക്കുന്നു, കൂടാതെ ഡിജിറ്റൽ പുലിവണ്ടിയൊക്കെ വരാനിരിക്കുന്നു എന്നുള്ളതും സുർജിത്ത് അയ്യപ്പത്ത് കൂടി തുടരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ ദേശങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മെറ്റാലിക് പുലിക്കൊപ്പം തന്നെ മറ്റ് ചില കാഴ്ചകൾ കൂടി, പുതിയ കാഴ്ചകൾ കൂടി കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിൽ ഈ താളത്തിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന ആ ചുവടുകളുടെ വ്യത്യാസം, ഓരോ പുലിയും ഓരോ രീതിയിൽ ചുവട് വയ്ക്കുന്നു. ആ ചുവടുകൾക്കും ഉണ്ട് മാർക്ക്, അല്ലേ? അനുജ, ഇതിപ്പോൾ തെക്കേ ഗോപുരത്തിന് താഴെ കൂടി കടന്നു പോകുന്ന രണ്ടാമത്തെ ദേശമാണ്. ആദ്യം പോയത് വെളിയന്നൂർ ദേശമാണ്. ഇപ്പോൾ ഇതാ കടന്നു പോകുന്നു വിയ്യൂർ ദേശം. വിയ്യൂർ ദേശം കഴിഞ്ഞ തവണ കപ്പടിച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു വൈവിധ്യം എപ്പോഴും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഭക്തിനിർഭരമായ ഒരു പ്ലോട്ടാണ് നേരത്തെ അവർ, ഒരു നിശ്ചല ദൃശ്യമാണ് കടന്നുപോയത്. ശിവന്റെയും നന്ദിയുടെയും ഭാഗമായുള്ള ഒരു നിശ്ചല ദൃശ്യമാണ് കടന്നുപോയത്. അതിന് പിന്നാലെ ഇതാ പുലി ആരവങ്ങൾ അറിയിച്ചുകൊണ്ട്, ചുവട് വെച്ചുകൊണ്ട് പുലികൾ ഒന്നൊന്നായി കടന്നു പോകുന്നു. അതിൽ മെറ്റാലിക് പുലിയുണ്ട്, ഫ്ലൂറസെന്റ് പുലിയുണ്ട്. അത്തരത്തിൽ വിവിധ വർണ്ണങ്ങൾ, അതായത് മഴവില്ലിലെ എല്ലാ നിറങ്ങളും ഇവരുടെ ശരീരത്തിൽ കാണാൻ കഴിയും. വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഗ്രീയും റെഡും എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ വിധത്തിലുള്ള നിറങ്ങളും ശരീരത്തിലുണ്ട്. അത് വിവിധ ശരീരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫ്ലൂറസെന്റ് കളറാണ് ഇപ്പോൾ ഏറ്റവും ആകർഷണം. അതിങ്ങനെ കണ്ണിലേക്ക് എടുത്ത് പ്രകാശിക്കുന്ന വിധത്തിലുള്ള ആ ഒരു വർണ്ണം നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഈ പുലിസംഘം കടന്നു പോകുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും പുലിവണ്ടി കടന്നു വരുന്നു. പതുക്കെ ആ പുലിവണ്ടി ഇവിടെ കടന്നു വരുന്നു. അതിൽ ശരിക്കും ഒരു ഗുഹയ്ക്ക് അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന പുലിയുടെയും കടുവയുടെയും ദൃശ്യം അത് നമുക്ക് ഈ നിശ്ചല ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടുപിറകിൽ ഒരു സിംഹത്തെയും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കുമ്പ കുലുക്കിക്കൊണ്ട്, വയർ കുലുക്കിക്കൊണ്ട് 2 ഗളാഗടിയന്മാരായ പുലികൾ വിയ്യൂർ ദേശത്തിന്റെ അഴക് വ്യക്തമാക്കുന്ന തരത്തിൽ കഴിഞ്ഞ തവണ കപ്പടിച്ച സംഘം എന്നുള്ള നിലയിൽ തന്നെ അതിൻ്റെ ഒരു വൈവിധ്യം കാണാൻ കഴിയുന്നു. വിവിധ തരത്തിലുള്ള നിറ വിന്യാസങ്ങൾ ആ ഫ്ലോട്ടിനെ, അതായത് നിശ്ചല ദൃശ്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. പുലിക്കൊട്ട് വലിയ ആവേശത്തിൽ ഇടം തലച്ചെണ്ടയും വലം തലച്ചെണ്ടയും അതോടൊപ്പം തന്നെ ഇലത്താളവും സമ്മേളിക്കുന്ന ആ ഒരു ശ്രവ്യ മനോഹരമായ കാഴ്ച, ആ കാഴ്ചയിലൂടെ വിയ്യൂർ സംഘം കടന്നു പോകുന്നു. ഇനി തൊട്ടു പിന്നാലെ ഇനി വരാനുള്ളത് 7 സംഘങ്ങൾ കൂടി വരാനുണ്ട്. അതിൽ പാട്ടുരാക്കിലുണ്ട്, അതോടൊപ്പം തന്നെ ചക്കാമുക്കുണ്ട്, അങ്ങനെ അയ്യന്തോളുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള നായ്ക്കനാലടക്കമുള്ള തൊട്ടടുത്തുള്ള സംഘമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കടന്നു പോകേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സംഘം മാത്രമാണ് തെക്കേ ഗോപുരം കടന്നു പോകുന്നത്. എന്തായാലും ഇതാ ഒന്നൊന്നായി ആ കാഴ്ചകൾ, ഫ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങൾ കടന്നു വരുന്നു. പുലി സംഘങ്ങൾ ഇവിടെ നിന്നും കടന്നു പോയിരിക്കുന്നു. അതിൽ ആ ഫ്ലോട്ട് വലിയ രീതിയിലുള്ള ആകർഷകമായ ഫ്ലോട്ട് തന്നെയാണ് വിയ്യൂർ ദേശം ഒരുക്കിയിട്ടുള്ള. ഗുഹയ്ക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പുലിയും കടുവയും സിംഹവും എല്ലാം തന്നെ അതിനിടയിൽ വയർ കുലുക്കിക്കൊണ്ട് നിറഞ്ഞാടുന്ന, അരമണി കെട്ടി നിറഞ്ഞാടുന്ന ഇങ്ങനത്തെ ഒരു വർണ്ണാഭമായ കാഴ്ച. ആ ഒരു കാഴ്ച തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പൂരം കഴിഞ്ഞാൽ പുലിക്കളി, പുലിക്കളി കഴിഞ്ഞാൽ പൂരം എന്നുള്ള തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ ശരിക്കും അതിൻ്റെ നിറവിന്യാസം ശരിക്കും കാണാൻ കഴിയും. എത്രമാത്രം കളർഫുള്ളാണ് ഓണത്തിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ഒരു ഫ്ലോട്ട് കൂടി വരുന്നു. അതിൽ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. കാരണം ഇതിനകത്തും വന്നിട്ടുള്ളത് നേരത്തെ ഒരു ശുചീകരണ തൊഴിലാളികളുടെ അവർ നടത്തുന്ന നഗര ശുചീകരണത്തിൽ അവർ നടത്തുന്ന സേവനം, ആ സേവനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളിൽ അവർ നടത്തുന്ന സേവനം ഏറ്റവും സുസ്തർഹ്യമായ സേവനമാണ്. അങ്ങനെ ഗ്രീൻ ആർമിയായി, പച്ചപ്പട്ടാളമായി പ്രവർത്തിക്കുന്ന അവരുടെ സേവനത്തെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഫ്ലോട്ടുകൾ കൂടി നിറയുന്നു. അതിൽ ഒരു ഭാഗത്ത് ഈ കോർപ്പറേഷന് മുന്നിലുള്ള ക്ലോക്ക് ടവർ അടക്കം അത് കാണിക്കുന്നു, ക്ലോക്ക് ടവറിൻ്റെ മാതൃക കാണിക്കുന്നു. അതിൽ
ശുചീകരണ തൊഴിലാളികൾ നടത്തുന്ന സേവനം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ വിയൂർ ദേശം അണിയിച്ചൊരുക്കുന്നു. അത്തരത്തിൽ വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞ, വിവിധ നിലപാടുകളുള്ള, വിവിധ സ്വഭാവത്തിലുള്ള അത്തരത്തിലുള്ള ഫ്ലോട്ടുകൾ തന്നെയാണ് ഓരോ ദേശവും രംഗത്തിറക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇനി വരാൻ അത്ഭുതകരമായ ഫ്ലോട്ടുകളുണ്ട്. അതായത് അയ്യന്തോൾ ദേശത്തിൻ്റെ ഒരു കൂറ്റൻ മീൻപുലിയാണ്. അതൊക്കെ ഇനി ഇവിടേക്ക് തെക്കേ ഗോപുരം കടന്നു പോകാനുണ്ട്. അത് നേരത്തെ നടുവിലാൽ വഴിയാണ് കയറിപ്പോയത്. അത് നടുവിലാൽ വലം ചുറ്റി ഓരോ സംഘവും ഈ സ്വരാജ് റൗണ്ട് വലം വെക്കാതെ കടന്നു പോകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 9 സംഘങ്ങൾ, കഴിഞ്ഞ തവണ 7 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 9 സംഘമായി കയ്യയച്ച് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായം ഉണ്ടായിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ സഹായമുണ്ട്, കോർപ്പറേഷൻ്റെ സഹായം നേരത്തെയുണ്ട്. അത് കുറെ കൂടി കൃത്യമായ രീതിയിൽ തന്നെ കോർപ്പറേഷൻ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ഈ പുലികളി സംഘത്തിനുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശം ഈ പുലികളി സംഘങ്ങളിലും അത് പ്രകടമാണ്. പല ഘട്ടങ്ങളിലും പോയപ്പോൾ അതിൻ്റെ വൈവിധ്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകളിലേക്ക് എത്തിയപ്പോൾ ഇപ്പോഴിതാ ഒരു ചെറുപൂരത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്ന തരത്തിൽ, ഒരുപക്ഷെ ഈ പൂരക്കാലത്ത് തലേ ദിവസം നെയ്തലക്കാവിലമ്മ എഴുന്നള്ളുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ എത്രമാത്രം ഒരു പങ്കാളിത്തം ഉണ്ടാകാറുണ്ടോ അതിന് സമാനമായ ഒരു പങ്കാളിത്തം സ്വരാജ് റൗണ്ടിൻ്റെ തെക്കേ ഗോപുരത്തിന് താഴ്ഭാഗം നിറഞ്ഞ് കവിഞ്ഞ് അതിങ്ങനെ നിറച്ചാർത്തേകുന്ന അത്തരത്തിലുള്ളൊരു കാഴ്ച അത് പുലിക്കളിയുടെ ചുവടുവെപ്പുമായി കാണുന്നു എന്നുള്ളതാണ്. 2 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഇവിടേക്ക് കടന്നെത്തിയ, അതായത് പഠാൻ സമൂഹത്തിൽ നിന്ന് കടന്നെത്തിയ ആ ഒരു രീതിയാണ് ശരിക്കും ഈ പുലിക്കളി എന്ന് പറയുന്നത്. അന്ന് ഉലക്കമേൽ കളിക്കുന്ന കളിയായിരുന്നു, ഉലക്കമേൽ ചൂടുവെക്കുന്ന കളിയായിരുന്നു. അതിൽ നിന്നും കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുലിക്കളി എന്നുള്ള നവീനമായ രീതിയിൽ AI വിദ്യയടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നവീനമായ മാതൃകയിലേക്ക് അത്തരത്തിലുള്ള ഒരു ഇടപെടലേക്ക് അല്പസമയത്തിനകം AI പുലിയൊക്കെ രംഗത്തേക്ക് ഇറങ്ങുമെന്നതാണ്. എന്താണ് സർപ്രൈസ് എന്നുള്ളത് പലപ്പോഴും പല സംഘത്തിലുള്ളവർക്ക് പോലും അറിയില്ല എന്നൊക്കെയാണ് അവർ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്. എന്താണ് സർപ്രൈസായി കാത്തു വെച്ചിട്ടുള്ളത്, അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണ് ഞങ്ങളെപ്പോലും അറിയിക്കാറില്ല എന്ന് സംഘത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ കാഴ്ചകൾ. നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.